മീൻ ഓടിച്ചിട്ട് ആരെയും കുത്തിയിട്ടില്ല. തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ. മീനെ പിടിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ മീൻ കുത്തിയെന്ന് വരും. നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത്. രാഹുൽ ഈശ്വറിന്റെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ സാറ് പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതെനിക്കുണ്ട്. എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി പറയട്ടെ എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല. അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രി നന്നായി അറിയാം. അറിഞ്ഞൂടാ. അതിരറിഞ്ഞ് പെരുമാറണം എന്നായി പറഞ്ഞു. അതിലില്ല എന്നല്ല ഈ പറയുന്നത്. പക്ഷേ ചില പഠനങ്ങളൊക്കെ രാഹുൽ പൊക്കി കാണിക്കുമ്പോൾ ആ പഠനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞതാ. ഒരു വിശ്വാസിക്ക് പിന്നെ എന്ത് പഠനം? ലഹരിക്ക് അനുകൂലമായിട്ടാണ് മൈത്രേയൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതല്ല, എന്നെ പ്ലേസ് ചെയ്യുന്നതാണ്. ലഹരി ഉപയോഗിക്കാൻ എപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ആളല്ലേ. ഇതൊരു ഉയർന്ന സമൂഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അത്തരത്തിൽ ഉയർന്ന സമൂഹം ആകാശത്തുനിന്ന് വീഴത്തില്ല. വണ്ടി ഓടിച്ചവർ മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വണ്ടി പഠിക്കാനായിട്ട് ആരും സമ്മതിക്കത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ ഉത്തരം മുട്ടിക്കാനും നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും വേണ്ടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇതെനിക്ക് തിരിച്ചറിയുന്ന ഒരാളാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. MA ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കുന്ന സമയത്ത് എഴുതിയതൊക്കെ യുദ്ധത്തിനെതിരായിട്ടുള്ള സന്ദേശങ്ങളായിരുന്നു. മനസ്സിൽ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ, ലോക ഗവൺമെൻറ് വരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് മനസ്സിനകത്തുള്ള അത്തരം കാഴ്ചപ്പാടുകളാണ് എഴുതി വെച്ചത്. എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോലും യൂണിവേഴ്സിറ്റിയിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അല്ല, സർട്ടിഫിക്കറ്റ് എങ്ങനെ മേടിക്കാൻ പറ്റുക? ഇതൊക്കെ ഒരിക്കലും ജയിച്ചിട്ടുണ്ടാകത്തില്ലല്ലോ. അതിൽ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണമെന്നും കൂടെ ഉണ്ട്. അതെ, ഞാൻ 3 വിഷയമായിരുന്നു ഞാൻ പ്രധാനമായിട്ട് എടുത്തിരുന്നത്. ഒന്ന് വിദ്യാഭ്യാസം എങ്ങനെ വേണം, അതായിരുന്നു വിശദമായിട്ട് എഴുതി. അടുത്തതെന്ന് പറയുന്നത്, അപ്പോൾ ആ കാലഘട്ടത്തിലായിരുന്നു സൈക്കോളജിയൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ടുള്ള മേഖലകളെ പറ്റിയുള്ളൊരു അറിവ് വരികയും അപ്പോൾ അതിനെപ്പറ്റി സൈക്കോളജിക്കലായിട്ടുള്ള മേഖലയെ പറ്റിയുള്ള അറിവും അതും കൂടെ ചേർത്താണ് വിദ്യാഭ്യാസത്തിനെ പറ്റി എഴുതുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രധാന വിഷയം. അടുത്തത് പിന്നെ പണ്ടേ തൊട്ട് നമ്മൾ ചിന്തിച്ചിരുന്നതാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ റിലീജിയനും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായിരുന്നു പിന്നത്തെ ഒരു വിഷയം. 3ാമത്തെ വിഷയം എന്ന് പറയുന്നത് ലോകത്ത് യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് വേണം. അതിന് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കൺസെപ്റ്റായിട്ട് വന്നിരുന്ന റസലിൻ്റെയൊക്കെ ഈ യുദ്ധവിരുദ്ധമായിട്ടുള്ള ലേഖനത്തിനോടൊപ്പമാണ് വേൾഡ് ഗവൺമെൻറ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് BA പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്ത് അത് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലവാരത്തിൽ UN അങ്ങനെ ഉണ്ടാകുക, അതിന് ശേഷം അതുപോലുള്ള ഒരു ഡെവലപ്മെൻറ്റ് മുമ്പോട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ അന്നെല്ലാം എഴുതുകയും പറഞ്ഞത്. അപ്പോൾ ഈ ഇത്രയും വിഷയങ്ങളാണ് ഞാൻ അതിനകത്ത് പ്രധാനമായിട്ട് അന്നത്തെ പരീക്ഷകൾക്ക്. അതിനകത്ത് കീറ്റ്സിനെ പറ്റിയും ഷേക്സ്പിയറിനെ പറ്റിയൊക്കെ ഉള്ളതാണ് ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എഴുതി, I don't want to write any of these things, I want to write this എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് എഴുതുക. എനിക്കിഷ്ടം റസലിനെയാണ്, അതുകൊണ്ട് ഞാൻ റസലിനെ എഴുതും. റസലിനെ എഴുതുക എന്നുള്ളതല്ല, വിഷയത്തിന് ആദ്യം വിഷയം എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് അങ്ങ് എഴുതുക. ഇന്ന വിഷയങ്ങൾ ഞാൻ പറയും, അതങ്ങോട്ട് കേട്ടാൽ മതി. അതിപ്പോൾ ഞാൻ എഴുതുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ പരീക്ഷ എഴുതുന്നില്ല എന്നുള്ളൊരു അർത്ഥത്തിലായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എഴുതാൻ തുടങ്ങിയും അധ്യാപകർ 2 പേര് നിന്നിട്ട് ഇങ്ങനെ അഡീഷണൽ ഷീറ്റ് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ സ്വന്തം വിഷയമല്ലേ, അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അങ്ങ് എഴുതുകയല്ലേ. അങ്ങനെ എഴുതി തീർത്ത്. അപ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു, ഇതെന്താണ് ഇത്രയും വലിയ എഴുതുന്നതെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ വിഷയമായത് കാരണം കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന വിഷയമായത് കാരണം കൊണ്ടാണ് എഴുതി. അതങ്ങ് എഴുതി അങ്ങ് തീർക്കുക എന്നുള്ളതാണ് ചെയ്തത്. ഈ അന്ന് അധ്യാപകരെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയായിട്ട് അതിനകത്ത് എഴുതിയതുപോലെ ഇന്നിപ്പോൾ ഹാഷ്മിയുടെ ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിക്കകത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടാൽ മതി, ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് അതിനകത്ത് വന്നു. അതിനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് നിനക്കത്ര വിവരം പോരാ ഇതിനകത്ത്, ഞാൻ പറയും, അപ്പം നീ കേൾക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ജനാധിപത്യ സ്വഭാവം ഇല്ലായ്മ വേറൊരു തരത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും മൈത്രേയൻ ശരിക്കും പ്രൊവോക്ഡ് ആയിപ്പോയോ? ഞാൻ അയാൾ ആദ്യം ഡ്രഗിനെ പറ്റിയാണ് സംസാരിച്ചത്. എൻ്റെ നിലപാട് തെറ്റാണെന്ന് അയാളുടെ ആദ്യത്തെ വിവരണത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ജഡ്ജ്മെന്റ് കഴിഞ്ഞു, കോടതിയിലെ വിധി വക്കീൽ പറഞ്ഞു കഴിഞ്ഞു. മറ്റേത് ജഡ്ജിയാണല്ലോ പറയുന്നത്, ഇത് വക്കീൽ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിനെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. അപ്പോഴാണ് ഞാനത് പറയുന്നത്. ആളുകൾ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ വളരെ അൺഡെമോക്രാറ്റിക്. അത് നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി, 100 കണക്കിന് ഇൻ്റർവ്യൂസ് ഉണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഞാനിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിക്കുന്നതിനകത്ത് അവരുടെ ഉദ്ദേശം അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കണമെന്ന് ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. അത് ഞാൻ വിചാരിക്കുന്നത് ഞാനത് ചെയ്യേണ്ട ഒരാളാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരുടെ
കാരണം അവർക്ക് ഉദ്ദേശം, ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അറിയാനുള്ള ചോദ്യമല്ല അത്. ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ ഉത്തരം മുട്ടിക്കാനും നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും വേണ്ടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇതെനിക്ക് തിരിച്ചറിയുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും ആൾക്കാർ അറിയേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും ആൾക്കാർ, ഉദാഹരണത്തിന് ഞാൻ പറയും, ഇപ്പം മീനെ പിടിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ മീൻ കുത്തിയെന്ന് വരും, അല്ല മീൻ ഓടിച്ചിട്ട് ആരെയും കുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴാണ് ആൾക്കാരുടെ അടുത്ത് അവരുടെ പുറകെ നടന്ന് അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്ന, അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയണ്ടേ? ഇത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ജനകീയ കോടതിയുടെ ഫോർമാറ്റ് മൈത്രേയൻ ചിലപ്പോൾ അവെയർ ആയിരിക്കില്ല. അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു വിചാരണ പോലെ ഒരു വക്കീലിൻ്റെ സ്വഭാവത്തോടുകൂടി ആങ്കർ നിൽക്കുന്നു, എന്നിട്ട് ഒരു ജഡ്ജിയൊക്കെ അവിടെ ഉണ്ടാവും, എതിർ ഭാഗം പറയാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ വരും. അങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണുള്ളത്. ഈ ഫോർമാറ്റിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ലേ? ഇല്ലില്ല, അത് നേരത്തെ മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ. പോയതല്ലേ. ഞാൻ പറഞ്ഞ ആ ഫോർമാറ്റിന് പ്രശ്നമല്ല. നമ്മൾക്ക് ഒരു ട്രയലിനകത്ത് ഇയാൾ പറയേണ്ടതുണ്ട്. എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി പറയട്ടെ എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, അവരുടെ നിലപാടിലേക്ക് എന്നെ എത്തിക്കാനാണ്, അല്ലെങ്കിൽ എന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നിടത്ത് എത്തുന്നത്. അത്രയും നമ്മൾ കാണേണ്ടതുണ്ട്. ആ റെസിസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനമായിട്ട് ആൾക്കാർ എന്നെ കണ്ടാലേ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയത്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ നടന്നു പോകുമ്പോൾ നല്ല പുൽമേട് കണ്ടാൽ ഇവിടെ ഇരുന്ന് കാര്യം പറയാമെന്ന്. പക്ഷെ ഇരിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു തൊട്ടാവാടി നിന്നാൽ അതിൻ്റെ മണ്ടയിൽ ഇരിക്കത്തില്ല. തൊട്ടാവാടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ മണ്ടയിൽ ഇരിക്കാനും അതിനെ ആട് കടിക്കാതിരിക്കാനും അത് കുറച്ച് മുള്ളുണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്രേ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്, അല്ലാതെ ഞാൻ ആരെയാണ് ഈ ഉപദ്രവിക്കുകയും ആരോടാണ് യഥാർത്ഥത്തിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് ഈ ആൾക്കാർ പറയുന്നത്. രണ്ടുപേര് തമ്മിൽ നടക്കുന്ന ഡിസ്കഷനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, യോജിപ്പില്ല എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആൾക്കാർ തമ്മിൽ യോജിച്ച് എല്ലാ കാര്യത്തിനകത്തും പോകത്തിൽ രണ്ട് വ്യക്തികളുള്ളിടത്തോളം കാലം രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും. ഞാനും ജയശ്രീയും തമ്മിൽ എത്രയോ എല്ലാ കാര്യങ്ങളിനകത്തും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. പക്ഷെ നമുക്ക് യോജിപ്പുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് 50% തൊട്ട് ഒരു 70% വരെ ആൾക്കാർക്ക് സ്വാഭാവികമായ യോജിപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒന്നിച്ചാക്കി ജീവിക്കാനൊക്കെ പറ്റുന്നത്. പക്ഷെ പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് വഴിയാണ് ഒരു 80% വരെ വരും. പക്ഷെ ഒരിക്കലും 20% നമ്മൾ ആര് വിചാരിച്ചാലും ചേർക്കാനൊക്കത്തില്ല. കാരണം രണ്ട് വ്യക്തികളില്ലാതായി. ആ ഷോയുടെ ഒരു പ്രത്യേകത, അതിനകത്ത് കുറേ ജമ്പിങ് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി, ഇപ്പോൾ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മൈത്രേയൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ചിലപ്പോൾ മൈത്രേയനെ ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊക്കെ ജമ്പ് ചെയ്ത് പോകുമ്പോൾ മൈത്രേയനും കൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മൈത്രേയൻ പൊതുവിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമാധാനപരമായിട്ടുള്ള സംസാരങ്ങളിലാണ് കൂടുതൽ ഉള്ളത്. പക്ഷേ ചില സമയത്തൊക്കെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളിലും പോവാറുണ്ട്. അത് ആ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് മൈത്രേയൻ കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ ആ സന്ദർഭത്തിനകത്ത് ആളുകൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടാണല്ലോ, ഞാൻ ആരോടെങ്കിലും ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ ഒരിടത്തും പോകുന്നത്. അവർ വിളിച്ചിട്ടല്ലേ ഇപ്പോൾ. അപ്പോൾ അവരാണ് ആ ഫോർമാറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാതിരിക്കുമ്പോൾ അവർ ആളുകൾ പറയുന്നത് പൂള് വെച്ച് ചോദിക്കൂ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ. ആ ചോദ്യത്തിനകത്ത് നമ്മളെ അസ്വാരസ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ അലോരസപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ഒരു സാധനം വെച്ചിട്ട് ആ ചോദ്യം വരുന്നത്. അത് നമ്മളാണ് അറിയുന്നത്. അപ്പോൾ ആ സാധനം മറ്റുള്ളവർ കാണുമ്പോൾ ഈ എന്താണ് ഉത്തരം പറയുന്ന ആൾക്കാർ അഭിനയിക്കേണ്ടതുണ്ട്. അതാണ് ഇവർ എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ റെസ്പോണ്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പൂള് വെച്ച ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ ആളുകളെ വിളിച്ചിരുത്തി ഉപദേശിക്കുകയും അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, ആൾക്കാർക്ക് പറയാം, ഓക്കെ ഞാൻ മോശമായിട്ട്. മറ്റേതങ്ങനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്.